നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. മിസ് വേൾഡ് മത്സരത്തിൽ നിന്നും മിസ് ഇംഗ്ലണ്ട് പിന്മാറിയതിൽ വമ്പൻ ട്വിസ്റ്റ്. വയനാട് തിരുനെല്ലിയിൽ യുവതിയെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ പിടികൂടി. യുവതിയുടെ കാണാതായ മകളെയും പോലീസ് കണ്ടെത്തി. 5 വയസ്സുകാരനെ തുടർച്ചയായി പീഡിപ്പിച്ച രണ്ടാനച്ഛനെ പോലീസ് പിടികൂടി. സ്കൂൾ PTA നൽകിയ പരാതിയിലാണ് ചേർത്തല പോലീസിന്റെ നടപടി. തിരുവനന്തപുരത്ത് ചാവടിമുക്കിൽ അമ്മയ്ക്കൊപ്പം നടന്നുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മിസ് വേൾഡ് മത്സരത്തിൽ നിന്നും മിസ് ഇംഗ്ലണ്ട് പിന്മാറിയതിൽ വമ്പൻ ട്വിസ്റ്റ്. മത്സര വേദിയിൽ നടന്ന സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ലൈംഗിക തൊഴിലാളിയെ പോലെ പരിഗണിച്ചു, ഷോപ്പീസാക്കി എന്നൊക്കെയാണ് മിസ് ഇംഗ്ലണ്ടിന്റെ പരാതി. തെലങ്കാനയിൽ നടക്കുന്ന മിസ് വേൾഡ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായി മിസ് ഇംഗ്ലണ്ട് ചൂണ്ടിക്കാണിച്ച പരാതികളിൽ പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. മിസ് ഇംഗ്ലണ്ട് മില്ല മാഗിയാണ് പരാതിയുമായി രംഗത്തെത്തുകയും മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. പരിപാടിയുടെ സ്പോൺസർമാരെ സന്തോഷിപ്പിക്കാനായി മത്സരാർത്ഥികളിൽ 2 പേരെ വീതം ഒരാളുടെ കൂടെ ഇരുത്തിയിരുന്നു. പ്രദർശന വസ്തുക്കളായി തങ്ങളെ മാറ്റുകയും ചെയ്തു. ബുദ്ധി ഉപയോഗിക്കേണ്ട മത്സരമാണ് എന്നാണ് താൻ കരുതിയത്. ദ സൺ എന്ന പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മിസ് ഇംഗ്ലണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം മാഗിയുടെ ആരോപണങ്ങൾ സംഘാടകർ നിഷേധിച്ചു. വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മാഗി മത്സരത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. എന്നാൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മത്സരാർത്ഥികൾ വെള്ളം കൊണ്ട് കാൽ കഴുകുകയും ടവൽ കൊണ്ട് തുടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില മത്സരാർത്ഥികളുടെ കാലുകൾ വോളണ്ടിയർമാർ കഴുകി കൊടുക്കുകയും തുടച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ പുറത്തു വന്നു. ഇതും വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ജാതി പാരമ്പര്യവും വംശീയ പാരമ്പര്യവും പ്രവർത്തികളും മിസ് വേൾഡ് മത്സരത്തിലൂടെ പുറത്തു വന്നതും മത്സരത്തിന്റെ ശോഭ കെടുത്തി. ഇക്കാര്യങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. വയനാട് തിരുനെല്ലിയിൽ യുവതിയെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ പിടികൂടി. യുവതിയുടെ കാണാതായ മകളെയും പോലീസ് കണ്ടെത്തി. വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതിയെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. യുവതിയുടെ കാണാതായ കുട്ടിയെ പ്രതിക്കൊപ്പം പോലീസ് കണ്ടെത്തി. എടയൂർക്കുന്ന് സ്വദേശി പ്രവീണയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ദിലീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം പ്രതി പ്രവീണയുടെ 9 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരുന്നു. അടുത്തുള്ള തോട്ടത്തിലേക്കാണ് പ്രതി പോയത്. ഇവിടെ മറഞ്ഞിരുന്ന ഇയാളെ ഇന്ന് രാവിലെയാണ് പോലീസ് പിടികൂടിയത്. ഇയാൾക്കൊപ്പം കുട്ടിയെയും കണ്ടെത്തി. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് പ്രവീണയെ ദിലീഷ് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇവരുടെ ഒരു കുട്ടിയുടെ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രവീണയ്ക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ഇതിൽ മൂത്ത മകൾക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കുട്ടിയുടെ കഴുത്തിനും ചെവിക്കും കുത്തേറ്റെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊലപാതകവും ആക്രമണവും നടക്കുന്ന സമയത്ത് 9 വയസ്സുള്ള കുട്ടി ഭയപ്പെട്ട് സമീപത്ത് എവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടാകാമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ദിലീഷ് പ്രവീണയെ കൊലപ്പെടുത്താനുള്ള കാരണം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും ലഭ്യമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. വിസ്മയ ന്യൂസ്, വയനാട്. 5 വയസ്സുകാരനെ തുടർച്ചയായി പീഡിപ്പിച്ച രണ്ടാനച്ഛനെ പോലീസ് പിടികൂടി. സ്കൂൾ PTA നൽകിയ പരാതിയിലാണ് ചേർത്തല പോലീസിന്റെ നടപടി. 5 വയസ്സുകാരനെ രണ്ടാനച്ഛൻ തുടർച്ചയായി ഉപദ്രവിച്ചുവെന്ന് കാട്ടി സ്കൂൾ PTA നൽകിയ പരാതിയിൽ രണ്ടാനച്ഛനെ പോലീസ് പിടികൂടി. ഇടുക്കി ആലങ്കോട് കോരമംഗലം ജെയ്സൺ ഫ്രാൻസിസിനെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. നഗരത്തിലെ ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ PTA നൽകിയ പരാതിയിലാണ് നടപടി. നാളുകളായി ഭക്ഷണം കൃത്യമായി കൊണ്ടുവരാതെയും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും അവശനായി സ്കൂളിലെത്തിയ കുട്ടിയോട് അധ്യാപകർ കാര്യങ്ങൾ ചോദിച്ചതോടെയാണ് സംഭവം പുറത്തായത്. കുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുമ്പോൾ അമ്മ ഇതിൽ ഇടപെടാറില്ലെന്നും വിവരമുണ്ട്. മാതാവ് ലോട്ടറി വിറ്റാണ് ഉപജീവനം കഴിയുന്നത്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ജെയ്സൺ 3 വർഷമായി കുട്ടിയുടെ അമ്മയോടൊപ്പമാണ് കഴിയുന്നത്. കൂലിപ്പണിക്കാരനായ ഇയാൾ മദ്യലഹരിയിലാണ് കുട്ടിയെ മർദ്ദിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ യുവതി തയ്യാറാകാത്തതിനെ തുടർന്നാണ് PTA ഭാരവാഹികൾ പരാതി നൽകിയത്. വിസ്മയ ന്യൂസ്, ചേർത്തല. തിരുവനന്തപുരത്ത് ചാവടിമുക്കിൽ അമ്മയ്ക്കൊപ്പം നടന്നുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കരിപ്ര സ്വദേശിയാണ് അറസ്റ്റിലായത്. ശ്രീകാര്യം ചാവടിമുക്ക് CV നഗറിലാണ് ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. CV നഗറിൽ അമ്മയോടൊപ്പം നടന്നുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് പ്രതി കടന്നുപിടിച്ചത്. കൊല്ലം കരിപ്ര സ്വദേശി ഹെയിൽ രാജുവാണ് പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചതിന് പോലീസിന്റെ പിടിയിലായത്. എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിലുള്ള ചേച്ചിയെ കണ്ട് തിരികെ വരുമ്പോഴായിരുന്നു സംഭവം. ഇയാൾ കയറിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടി ഒഴിഞ്ഞു മാറിയപ്പോൾ കയ്യിൽ അടിച്ചു. വീണ്ടും പിന്തുടർന്ന പ്രതിക്കായി നാട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും പ്രതി രക്ഷപ്പെട്ടു. തുടർന്ന് കുട്ടി അമ്മയോടൊപ്പം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. സമീപത്തെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ മുമ്പ് സ്ത്രീയെ ഉപദ്രവിച്ച് മാല പൊട്ടിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. പ്രധാനപ്പെട്ട മറ്റു വാർത്തകളുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.